സവർക്കർ വിവാദ ചോദ്യത്തിന് നടപടി. ചോദ്യമുണ്ടാക്കിയ അധ്യാപകന് സസ്പെൻഷൻ. വിശദാംശങ്ങൾ ദീപു രേവതി നൽകും. ദീപു, ഈ ചോദ്യം വലിയ വിവാദമായിരുന്നു. ഇതുപോലെ തന്നെ ഈ അധ്യാപകനെതിരെ ഇപ്പോൾ സസ്പെൻഷൻ നടപടി വന്നിരിക്കുന്നതല്ലേ? തീർച്ചയായിട്ടും ജീവൻ. വി ഡി സവർക്കർ അനുകൂല ചോദ്യത്തിലാണ് നടപടി. കഴിഞ്ഞ ദിവസം കാസർഗോഡ് നടന്ന അവിടുത്തെ ക്വിസ് മത്സരത്തിലാണ് അവിടുത്തെ AUP സ്കൂൾ അധ്യാപകനായ ഗുരുപ്രസാദ് ഇത്തരത്തിൽ ചോദ്യം തയ്യാറാക്കിയത്. ചോദ്യം എന്നതായിരുന്നു: ഏറ്റവും കൂടുതൽ ജയിൽ ശിക്ഷ അനുഭവിച്ച ഹാങ് ഓവർ തീരാത്തവരും UDF സർക്കാർ അധികാരത്തിൽ വന്നിട്ട് അതിൽ വല്ലാതെ അസ്വസ്ഥത പൂണ്ടതുമായ ചില ആളുകളുണ്ട്. ആ ആളുകളുടെ ഒക്കെ പ്രശ്നങ്ങൾ അങ്ങോട്ട് തീർത്തു കൊടുക്കാൻ തന്നെയാണ് തീരുമാനം. ഇന്നലെയാണ് വാർത്ത പുറത്തേക്ക് വരുന്നത്. ഈ കിസ് പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ വി ഡി സവർക്കർ എന്ന് പറയുന്ന കാല് നക്കിയെ വെളുപ്പിക്കാനുള്ള ശ്രമമുണ്ടായി എന്നുള്ള ഒരു വാർത്ത ഇന്നലെയാണ് പുറത്തേക്ക് വരുന്നത്. ആ വാർത്ത പുറത്തേക്ക് വന്നതിന് തൊട്ട് പിന്നാലെ മന്ത്രി അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. അന്വേഷണ റിപ്പോർട്ട് വന്നു. ഗുരുപ്രസാദ് എന്ന് പറയുന്ന വ്യക്തി ഒരു അധ്യാപകനാണ്. ആ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. വളരെ കൃത്യമായി, അതിലേറെ ഉപരി അതിവേഗത്തിൽ തന്നെ നടപടി. അങ്ങനെ ഒരു ഭീരു, ഒരു രാജ്യദ്രോഹി, ഗാന്ധിയെ കൊന്നവൻ, കൊലയാളി, ഒരു വർഗീയവാദി, ഒരു ദേശവിരുദ്ധൻ, ഒരു തീവ്രവാദി, രാജ്യം കണ്ട ആദ്യത്തെ വർഗീയവാദി, ഈ വിശേഷണങ്ങളൊക്കെ ഉള്ള സവർക്കർ എന്ന് പറയുന്ന ഭീരുവിനെ അങ്ങനെ വെള്ളപൂശണ്ട. കേരളത്തിൽ അങ്ങനെ വെള്ളപൂശണ്ട. ഒരു സവർക്കറേയും വെള്ളപൂശണ്ട. കേരളത്തിലെ UDF സർക്കാരാണ് ഭരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി മുസ്ലിം ലീഗിന്റെ N ഷംസുദ്ദീനാണ്. കൃത്യമായ നടപടി സഡേ എന്ന് പറഞ്ഞ് ഇന്നലെ റിപ്പോർട്ട് തേടി ഇന്നത്തേക്ക് സസ്പെൻഷൻ അടിച്ച് കയ്യിൽ കൊടുത്തിട്ടുണ്ട്. വളരെ കൃത്യമാണല്ലോ. ഇന്നിപ്പോ ഇപ്പോൾ സസ്പെൻഷൻ അടിച്ച് കൈ കൊടുത്തപ്പോൾ ചില സംഘാക്കൾക്ക് വല്ലാതെ കുരുപൊട്ടുന്നുണ്ട്. കാരണം ഇവൻ ഈ പറയുന്ന സംഘാവ് കൂട്ടത്തിൽ ഉൾപ്പെട്ടതാണ്. ഏത്? പിണറായി വിജയൻ ശ്രീഎമ്മിനെ വെച്ചിട്ടൊരു കൺവേർഷൻ പ്രോസസ്സിങ്, RSSന്റെ ഈ യോഗാചാര്യൻ ശ്രീഎമ്മിനെ വെച്ചിട്ട് സർക്കാർ ചെലവിൽ ഒരു കൺവേർഷൻ പ്രോസസ്സിങ് നടത്തിയിരുന്നല്ലോ. സഖാക്കളായിട്ടുള്ള കേഡർ പ്രവർത്തകരെ RSSന്റെ സംഘ് പ്രവർത്തകരാക്കി മാറ്റുന്ന ആ ഒരു കൺവേർഷൻ പ്രോസസ്സ്, ആ കൺവേർഷൻ പ്രോസസ്സിങ്ങിലൂടെ പോയ വ്യക്തിയാണ് ഈ ഗുരുപ്രസാദ് എന്ന് പറയുന്നത് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത്. CPMന്റെ സജീവ പ്രവർത്തകനായിരുന്നു എന്ന് മാത്രമല്ല, ഈ അടുത്ത കാലത്ത് വരെ CPMന് വേണ്ടി അഹോരാത്രം പിണറായി വിജയനെ അധികാരത്തിലെത്തിക്കാൻ വേണ്ടി അഹോരാത്രം പണിയെടുത്ത വ്യക്തിയാണ് ഗുരുപ്രസാദ് എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വാർത്ത. അപ്പോൾ എനിക്ക് ആ വാർത്ത കിട്ടിയപ്പോഴാണ് എനിക്ക് കാര്യങ്ങൾ മനസ്സിലായത്. കാരണം നല്ല വേദനയുണ്ട്, നല്ല വിഷമമുണ്ട് ഇവർക്ക്. എന്താ? ഗുരുപ്രസാദിന് പിണറായി വിജയന് വേണ്ടി പണിയെടുത്ത്, പിണറായി വിജയന് മൂന്നാമൂഴം ഉണ്ടാക്കാൻ വേണ്ടി പണിയെടുത്തിട്ട് അത് നടക്കാതെ പോയതിൻ്റെ വെപ്രാളത്തിലാണ് അവസാനം. എന്നാ പിന്നെ ഇനി ഞാൻ എന്തായാലും പിണറായി വിജയൻ എന്തായാലും അധികാരമില്ല, ഇനി അധികാരമുള്ള മോദിക്കൊപ്പം നിൽക്കാം. എന്നാ പിന്നെ സവർക്കറെ തന്നെ ആദ്യം തന്നെ സവർക്കറെ വെളുപ്പിച്ചേക്കാം. ആ വെളുപ്പിക്കാൻ ഇറങ്ങിയതാണ് ഈ സംഘാവ്. മനസ്സിലായില്ലേ? അപ്പോൾ കാര്യങ്ങൾ ഇപ്പോൾ വളരെ കൃത്യമാണല്ലോ. ഈ ഹാങ് ഓവർ മാറാത്ത, അല്ലെങ്കിൽ പിണറായി വിജയൻ അധികാരം നഷ്ടപ്പെട്ടതിൽ വല്ലാതെ വേദനിക്കുന്ന സംഘാക്കള് ഒരുപാടുണ്ട്. അവർക്കാണ് ഈ പറയുന്ന ബുദ്ധിമുട്ട്. അപ്പോൾ അവർ നിരന്തരമായിട്ട് സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ, UDF ഗവൺമെൻറ്റിനെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയുള്ള പണിയെടുത്തുകൊണ്ടിരിക്കുക. അവരങ്ങനെ എടുക്കട്ടെ, കാരണം അത് നല്ലതാ. കാരണം ഇത്തരക്കാരെ തിരിച്ചറിയാനും ഇത്തരക്കാരുടെ കയ്യിൽ അടിച്ച് സസ്പെൻഷനും ഡിസ്മിസലും ഒക്കെ അടിച്ച് കയ്യിൽ കൊടുക്കാനും ഇത് കാരണമാകും. അപ്പോൾ അത്തരക്കാരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ കഴിയും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതെന്തായാലും നല്ലത് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്. കാരണം പിണറായി വിജയനും ഈ കൃമികീടങ്ങളും, ഏത് കൃമികീടങ്ങൾ? പിണറായി വിജയൻ്റെ തീട്ടം നക്കിയ കൃമികീടങ്ങൾക്കും ഇപ്പോൾ വല്ലാത്ത വെപ്രാളുണ്ട്. ആ വെപ്രാളത്തിൽ നിന്നാണ് ഇത്തരം ഗൂഢമായ പദ്ധതികളും പ്രവർത്തനങ്ങളും പുറത്തേക്ക് വരുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു സഖാവിന് വി ഡി സവർക്കർ എന്ന് പറയുന്ന വിഷജന്തുവിനെ, വി ഡി സവർക്കർ എന്ന് പറയുന്ന രാജ്യദ്രോഹിയെ വെളുപ്പിക്കേണ്ട എന്ത് ഗതികേടാണുള്ളത്? അപ്പോൾ അവൻ്റെ ലക്ഷ്യം എന്താ? എൻ്റെ നേതാവിനെ നിങ്ങൾ അടിച്ചിറക്കി. ഏത്? എൻ്റെ നേതാവല്ല, എൻ്റെ തമ്പ്രാനെ അടിച്ചിറക്കിയ നിങ്ങൾക്കിട്ട് ഞാനൊരു പണി തരും.
അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു ക്വിസ് പ്രോഗ്രാം നടത്തണമെന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ കലണ്ടറിലോ അല്ലെങ്കിൽ ആക്ടിവിറ്റി കലണ്ടറിലോ എവിടെയും ഇങ്ങനെ ഒരു ക്വിസ് പ്രോഗ്രാം നടത്തണമെന്ന് അങ്ങനെ ഒരു കലണ്ടറിൽ ഇല്ല, അങ്ങനെ ഒരു പ്രോഗ്രാമേ ഇല്ല. എന്നിട്ട് കൂടി വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് ഒരു ഫ്രീഡം ക്വിസ് എന്ന് പേരിട്ട് ഈ പറയുന്ന കാസർഗോഡ് ചില സ്കൂളുകളിൽ മാത്രം ഒരു പരിപാടി നടത്തുന്നു. വിദ്യാഭ്യാസ വകുപ്പുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്നിട്ട് അതിൽ VD സവർക്കറെ വിളിപ്പിക്കുന്നു. എന്നിട്ട് അത് പുറത്തേക്ക് വരുമ്പോൾ അത് സർക്കാരിൻ്റെ തലയിൽ കെട്ടിവെക്കുന്നു. കേരളത്തിലെ മാധ്യമങ്ങളും ഈ പണി വളരെ കൃത്യമായിട്ട് സർക്കാരിനെതിരെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇവർക്ക് ഇതിപ്പോൾ ഇത്ര വലിയ പണി എടുക്കേണ്ട കാര്യമില്ലല്ലോ. ഇതിപ്പോൾ സർക്കാർ അങ്ങ് തിരുവനന്തപുരത്ത് നിന്ന് ഒരു ക്വിസ് ചോദ്യാവലി ഇറക്കിയിട്ട് കേരളത്തിലെ സ്കൂളുകൾ മൊത്തം വിതരണം ചെയ്ത ഒരു ചോദ്യാവലിയിൽ ഇത്തരത്തിൽ ഒരു ചോദ്യം വന്നതായിരുന്നെങ്കിൽ സർക്കാരിനോട് ചോദിക്കായിരുന്നു. ഇത് സർക്കാരിൻ്റെ ആക്ടിവിറ്റി കലണ്ടർ ഇല്ലാത്ത, സർക്കാർ നിർദ്ദേശം നൽകാത്ത, സർക്കാർ പറയാത്ത ചില ആളുകൾ മാത്രം അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് സ്കൂളുകളിൽ ഒരു പരിപാടി സംഘടിപ്പിച്ച പരിപാടി. ആ പരിപാടിയിൽ ഇത്തരത്തിൽ ഒരു ചോദ്യം വന്നതിൽ സർക്കാരിന് എന്താണ് റോള് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം അത് കൃത്യമാണ്, വളരെ കൃത്യമാണ്. ഈ ബേജാറും വെപ്രാളവും വയറ്റുനോക്കും മൂലം കടച്ചിലും കുരുപൊട്ടലും ഒക്കെ ഇവരുടെ കൂടപ്പറപ്പാ. എന്തേ കാരണം? എടോ, രാത്രി കിടന്നിട്ട് ഉറങ്ങാൻ പറ്റണ്ടേ? പിണറായി തമ്പുരാൻ ഇപ്പോൾ ചാവാലിപ്പട്ടിയുടെ വില പോലുമില്ലാതെ കേരളത്തിലെ തെരുവിലൂടെ അലഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങളൊന്ന് ആലോചിക്കണം. പിണറായി തമ്പുരാൻ അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സഞ്ചരിക്കാൻ കോടികൾ ചെലവിട്ട് ബസ് പണിയുന്നു, അതിൽ ഹൈഡ്രോളിക് ലിഫ്റ്റ് പണിയുന്നു, അതിൻ്റെ ഉള്ളിൽ തന്നെ അപ്പിയിടാനുള്ള സൗകര്യം ഉണ്ടാക്കുന്നു. പോരാത്തതിന് ബസ് വേദിയിലേക്ക് പോകാൻ വേണ്ടി സ്കൂൾ മതിലുകളടക്കം തകർക്കുന്നു. ഇങ്ങനെയൊക്കെ നടന്ന ഒരു തമ്പുരാൻ ഇപ്പൊ ഒരു വിലയുമില്ല, ആർക്കും ആവശ്യവുമില്ല, ഒരാളും തിരിഞ്ഞു നോക്കുന്നുമില്ല. റെയിൽവേ സ്റ്റേഷനിലെ ഈ ഓവർ ബ്രിഡ്ജിന്റെ പടികൾ എന്ന് പറഞ്ഞാൽ എത്ര പടികളുണ്ടോ ആ പടികളടക്കം കയറി ഇറങ്ങി ഇങ്ങനെ നടക്കുക. ഏത് ഈ ചെറിയ തോളിലിട്ട് നടക്കുക എന്ന് പറയില്ലേ, അതുമാതിരി നടക്കുക. ഇതൊക്കെ കാണുമ്പോൾ കൃമികീടങ്ങൾക്ക് വല്ലാത്ത വേദന ഉണ്ടാവും. കാരണം എന്താ, ഇപ്പൊ ഒരു വിലയില്ലാണ്ട് ഈ നടക്കണ ഈ പറയുന്ന പിണറായിന്റെ തീട്ടാണ് ഇറ്റങ്ങൾ നക്കിയത്. അപ്പൊ ഇറ്റങ്ങൾക്കും ഉണ്ടാവുമല്ലോ, നമ്മൾ തിന്നത് ഇച്ചങ്ങായിന്റെ തീട്ടായിരുന്നോ, അയ്യയ്യയ്യയ്യേ, എന്നാ പിന്നെ ഒരു പണി കൊടുക്കണമല്ലോ. ആ പണിയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ കൃത്യമായ ഗൂഢലക്ഷ്യങ്ങളോടുകൂടി സർക്കാരിനെതിരെയും കോൺഗ്രസിനെതിരെയും മുസ്ലിം ലീഗിനെതിരെയും UDF-നെതിരെയും UDF മന്ത്രിസഭക്കെതിരെയും VD സതീശനെതിരെയും ഒക്കെ വളരെ കൃത്യമായ ഗൂഢലക്ഷ്യങ്ങളോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ ഒന്നായിരുന്നു ഈ പറയുന്ന ഫ്രീഡം ക്വിസ്. മനസ്സിലായില്ലേ? അതിൻ്റെ ഒരു ഭാഗമാണ് ഈ ഫ്രീഡം ക്വിസ് എന്ന് പറയുന്നത്. എന്താണെങ്കിലും അതിലും ഒരു തീരുമാനമായിരിക്കുന്നു. ഇനി ഇവനൊക്കെ കുറച്ചു കാലം വീട്ടിലിരിക്കട്ടെ. പിന്നെ ഇതൊരു താക്കീതും കൂടിയാ. ഇനി ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ ക്വിസ് പ്രോഗ്രാമൊക്കെ നടത്തണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നടത്തിക്കോളി മക്കളെ. അത് സസ്പെൻഷനിൽ മാത്രമായിരിക്കൂല, അത് ഡിസ്മിസിലേക്ക് പോകും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതിപ്പോ ഈ ഗുരുപ്രസാദ്, ഈ ഓന്റെ പേരൊക്കെ നോക്കി, ഗുരുപ്രസാദ്, എന്നാ പേരല്ലേ. VD സവർക്കർ എന്ന് പറയുന്ന രാഷ്ട്രപിതാവിനെ കൊല്ലാൻ ആളെ വിട്ട കൊലയാളി, രാജ്യം കണ്ട ആദ്യത്തെ കൊലയാളി, ആദ്യത്തെ തീവ്രവാദി, ആദ്യത്തെ കൊലയാളിയല്ല, ആദ്യത്തെ തീവ്രവാദി, ആദ്യത്തെ രാജ്യദ്രോഹി, ആദ്യത്തെ വർഗീയവാദി, ആദ്യത്തെ ദേശവിരുദ്ധൻ, എല്ലാ പട്ടവും ചേർന്നെത്തുന്ന VD സവർക്കർ എന്ന് പറയുന്ന ഭീരു. ആ ഭീരുവിനെ വെള്ളപൂശാൻ അതും ഒരു സംഘാവ് ഇറങ്ങി പുറപ്പെട്ടത് ഒരു ലക്ഷ്യവും ഇല്ലാതെയാണോ? ആണോ? അപ്പൊ അതല്ലല്ലോ സംഘാവിൻ്റെ ചോദ്യം തീർന്ന്. അത് ഒരു ലക്ഷ്യമില്ലാതല്ല, കൃത്യമായിട്ട് ഈ പറയുന്ന സർക്കാരിനെതിരെ എന്തെങ്കിലും പടച്ചു വിടണം എന്നുള്ളതായിരുന്നു. ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിച്ച സ്വതന്ത്ര സമര സേനാനി. ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തിൽ ടൈ ബ്രേക്കർ ആൻസർ എന്ന് പറഞ്ഞുകൊണ്ട് 1 റഷ്യ, 2 സർദാർ വല്ലഭായ് പട്ടേൽ, 3 ഇംഗ്ലണ്ട്, 5ാമത്തേതായിട്ട് VD സവർക്കർ എന്നുള്ളതാണ് ആൻസർ. അപ്പോൾ
കൃത്യമായിട്ടും വ്യക്തമായിട്ടും സവർക്കർ എന്ന് പറയുന്ന ഭീരുവിനെ വെള്ളപൂശി അത് UDF സർക്കാരിൻ്റെ തലയിൽ കെട്ടിവെക്കുക ഈ പറയുന്ന സഖാവിൻ്റെ ലക്ഷ്യം. ഇത് ഇവരുടെ സ്ഥിരം പരിപാടിയാ. എല്ലാ ചെറ്റത്തരവും എല്ലാ തെമ്മാടിത്തരവും എല്ലാ ക്രിമിനൽ ആക്ടിവിറ്റികളും ചെയ്തിട്ട് ഇവരുടെ സ്ഥിരം പരിപാടിയാ. TP വെട്ടി വീഴ്ത്തിയപ്പോഴും വാടകയ്ക്കെടുത്ത വണ്ടിൻ്റെ പുറകിലൊട്ടിച്ചു മാഷാ അല്ലാ എന്ന സ്റ്റിക്കർ. ഫസലിനെ വെട്ടി വീഴ്ത്തിയപ്പോഴും ആ രക്തം പുരണ്ട ആ തുണിക്കഷ്ണം കൊണ്ടുപോയിട്ട് അമ്പലനടയിൽ കൊണ്ടുപോയിട്ടു അല്ലേ? ഇത് സ്ഥിരമുള്ള പരിപാടിയാ. ഇവര് എല്ലാ ചെറ്റത്തരും ചെയ്യുക, എന്നിട്ട് ബാക്കിയുള്ളവൻ്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമം. അപ്പോൾ ഇത്തരം ഗൂഢലക്ഷ്യങ്ങളുമായി പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞു, കോൺഗ്രസ്സുകാരോടും മുസ്ലിം ലീഗുകാരോടും UDFകാരോടും ഒക്കെ ഞാൻ പറഞ്ഞു, വളരെ ജാഗ്രത പാലിക്കേണ്ട ഒരു നിമിഷമാണ്. കാരണം സഖാക്കളും സംഘികളും ഒരുമിച്ച് നിന്നാണ് പണിയെടുക്കുന്നത്. സർക്കാരിനെതിരെ VD സതീശൻ മന്ത്രിസഭക്കെതിരെ, VD സതീശനെതിരെ, UDF ഗവൺമെന്റിനെതിരെ ഒരുമിച്ച് നിന്ന് കയ്യും മെയ്യും മറന്ന് ഒറ്റക്കെട്ടായി സഖാക്കളും സംഘികളും പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ കൃത്യമായ ജാഗ്രത വേണം. സർക്കാർ എന്താണെങ്കിലും നല്ല എക്സ്ട്രാ കെയർ ഈ കാര്യത്തിൽ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമായിരിക്കുക. കാരണം ഇന്നലെ വന്ന വാർത്തക്ക് ഇന്ന് സസ്പെൻഷൻ ഓർഡർ അടിച്ച് കയ്യിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ എക്സ്ട്രാ കെയർ ഈ കാര്യത്തിൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് സർക്കാർ കാണിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്.